Hello everyone, welcome to my channel. എൻ്റെ പേര് ലോറ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ടേബിൾ ഡെക്കർ ആണ്. അത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ മെറൂൺ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പർ ഞാൻ 10 cm വിഡ്ത്തിലും 10 cm ലെങ്ത്തിലും ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കിതുപോലത്തെ 4 പേപ്പറാണ് വേണ്ടത്. ഇനി നമുക്കിതുപോലെ ഉണ്ടാക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം പേപ്പറും ഉണ്ടാക്കാം. ഞാൻ എല്ലാം പേപ്പറും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടക്കുന്ന നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ചെയ്യാം. ഇതുപോലെ ചെയ്യുന്നത് ഈ പൂവിന് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയാണ്. ഇതിൻ്റെ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഫുൾ പെറ്റൽസും ചെയ്യാം. ഇപ്പം ഞാൻ ഈ പെറ്റൽ ഫുള്ളും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിലേക്ക് ഞാൻ ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ എല്ലാ പെറ്റൽസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കിതെല്ലാം ചെയ്യാം. ഞാനിപ്പം ചെയ്തെടുത്ത് വേറെ പെറ്റലിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെയും റൈറ്റ് സൈഡിലായിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഞാൻ ഈ പെറ്റലിൻ്റെ നടുക്കായിട്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ കളറിലും ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ബ്രൗൺ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. ഈ പെയിൻറ് ഞാൻ ഈ ഈർക്കിലിയിലേക്ക് അടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 4 വലിയ ഈർക്കിലിയും പിന്നെ 8 ചെറിയ ഈർക്കിലി ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫുള്ള് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒട്ടിച്ചെടുക്കാം. ഞാനിത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഇറ്റയിലേക്ക് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫ്ലവർ ഇറ്റയിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഞാനിതിൻ്റെ ചെറിയ സൈസിലുള്ളതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ എന്നതാണെങ്കിലും ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഡ്രൈ ലീഫ് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.